നമുക്ക് വെജിറ്റബിളും ചെമ്മീനും വെച്ച് ഒരു അടിപൊളി കറി തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെമ്മീനും അതും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ കഴുകിയും വെച്ചിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിളിന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ നമ്മൾ ഇവിടെ വെജിറ്റബിൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടീൻ്റെ അകത്ത് നമ്മൾ വെജിറ്റബിൾ എല്ലാം കൂടെ ഇടാം. നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. അപ്പം ഞാനിതാ വെജിറ്റബിൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ. അപ്പം ഞാൻ അത്യാവശ്യം വെജിറ്റബിൾ ഉണ്ടായപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടെ ചേർക്കുന്നുണ്ട്. അത് ചട്ടി നമുക്ക് ആ വെജിറ്റബിളിന് മാത്രം പോരാത്തൊരു ചട്ടി ആയിപ്പോയി. അപ്പം ഞാൻ തന്നെയാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീതെ നമ്മൾ ചെമ്മീനും കൂടെ ഇടാം. അപ്പം ചെമ്മീൻ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഈ വെള്ളം കൂടെ ഒഴിച്ച് പിന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കുക. എന്നുവെച്ചാൽ കൂടുതൽ വേണ്ട, ഒരാവശ്യത്തിനുള്ള വെള്ളം എടുക്കുക. പിന്നെ അതിൻ്റെ മീതെ കേട്ടോ നമ്മളിതാ ചെറിയുള്ളി സവോള എല്ലാം കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി അതും എല്ലാം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെക്കാം. പിന്നെ നമ്മൾ ഇതിന് ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസ് പരുവത്തിൽ കലക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടിയിലെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഇവിടെ വീട്ടിൽ പൊടിപ്പിക്കുന്ന മുളക് പൊടിയാണ്. അപ്പോൾ കാശ്മീരി മുളകും സാദാ മുളകും പിന്നെ മല്ലി, പിന്നെ പെരിഞ്ജീരകം, ഉലുവ, കറിവേപ്പില, അപ്പോൾ ഇതെല്ലാം കൂടെ വറുത്ത് പൊടിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഈ മുളക് പൊടി തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ ആ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതിൻ്റെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ നമുക്ക് കലക്കി വെച്ച് ഈ അരപ്പ് ഇതിലൊഴിക്കുക. അപ്പോൾ ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഞാൻ പറഞ്ഞില്ലേ ചട്ടി നമ്മൾ സാധനത്തിനനുസരിച്ചുള്ള ചട്ടിയല്ല, കുറച്ച് സാധനം ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായപ്പോൾ നമുക്ക് ഇളക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ സൈഡിൽ കൂടെ അത് നല്ലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മളെ ചെമ്മീൻ്റെ തലയും ഉടലും വേറെ ആയി പോകില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സൈഡിൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിയിൽ പിടിക്കാനും പാടില്ലല്ലോ. അപ്പോൾ ചുറ്റിച്ചാൽ നമുക്കത് കിട്ടൂല, കഷ്ണങ്ങളെല്ലാം കൂടുതലുള്ളത് കൊണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കറിക്ക് നമുക്കൊരു വറവും കൂടി കൊടുക്കണം. അത് ഏകദേശം ഒന്നും കൂടെ ഒന്ന് വറ്റിക്കണം കേട്ടോ. അപ്പോൾ അത് കൂടുതൽ ഗ്രേവി അല്ല, കുറച്ച് നല്ലോണം വറ്റിയിട്ടും അല്ലാത്തൊരു രൂപത്തിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് ഏകദേശം അവിടെ തയ്യാറാകുന്നുണ്ട്. നമുക്കിവിടെ ഒരു വറവും കൂടെ തയ്യാറാക്കാം. വറവിന് കുറച്ച് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം ഈ കുഞ്ഞുള്ളി, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റി നമുക്ക് കറിൻ്റെ മീതെ ഒഴിച്ച് കൊടുത്താൽ സ്വാദിഷ്ടമായ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ വെജിറ്റബിൾ കറി കേട്ടോ. അപ്പോൾ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ. ചോറ് മാത്രമല്ല, നമുക്ക് എന്തിന് ചപ്പാത്തിൻ്റെ കൂടെ എന്തിനു വേണം കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ നീളത്തിലരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഉപ്പ് ഒന്നും കൂടെ നോക്കിയിട്ട് മീതെ കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തൊന്ന് മൂടി വെച്ച് നമ്മളൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിയണം കേട്ടോ നമുക്കൊന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കൂ.